അങ്ങനെ പിന്നെ അവിടെ നാട്ടിലായിരിക്കുന്ന സമയത്ത് നാട്ടിക മുസ്ലിംസിലേരോട് വലിയ അടുപ്പാണ്. മേലാറ്റൂർ റാസ്കോ ഫുട്വെയറിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് പലതരത്തിലുള്ള സംസാരങ്ങളും സംഭാഷണങ്ങളൊക്കെ നടക്കും. അങ്ങനെ അവിടുത്തെ പൊളിറ്റിക്സ്, മൂപ്പര് രാഷ്ട്രീയത്തിലെ അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവുമാണ്, പഞ്ചായത്ത് പ്രസിഡൻറ്റൊക്കെയാണല്ലോ. അവിടെ നിലപാടിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട്, ഇന്ത്യ രാജ്യത്ത് നമ്മൾ എന്തായിരിക്കണം, എങ്ങനെയിരിക്കണം, ആദ്യമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ജനിക്കലും മുസ്ലിം ലീഗായിട്ടല്ലല്ലോ, സുന്നിയായിട്ടല്ലേ. സുന്നികളൊക്കെ മുസ്ലിം ലീഗായിട്ടല്ലല്ലോ ജനിച്ചതിന് ശേഷം പിന്നെ മുസ്ലിം ലീഗ് ആകണവരെ. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ ജനിച്ചു വരുന്നത് മുസ്ലിം ലീഗായിട്ടല്ല, ജനിച്ചു വരുന്നത് സുന്നിയായിട്ടാണ്, മുസ്ലിമായിട്ടാണ്, സുന്നിയായിട്ടാണ് ജനിച്ചു വരുന്നത്, സുന്നി വീട്ടിലല്ലേ വരുന്നത്. പിന്നെ മരിച്ചു പോകുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ സാമൂഹികവും രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനം എന്ത് നടത്തണം. അപ്പോൾ അതിന് ഈ രണ്ട് കാര്യത്തിലുള്ള കൃത്യമായ നിലപാട്. അടിസ്ഥാനപരമായി ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് മതമാണല്ലോ, ദീനാണല്ലോ കാണേണ്ടത്. ആ ദീനിൻ്റെ നിലനിൽപ്പിനും ദീനിൻ്റെ പ്രവർത്തനങ്ങൾക്കും ദീനിൻ്റെ സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിക്കാനും ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് രാഷ്ട്രീയം ആവശ്യമാണ്, പൊളിറ്റിക്സ് വേണം. അപ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യം ഒരേപോലെ മനസ്സിലാക്കുന്ന ആളായത് നാട്ടിക മുസ്ലിംസിലേർ. ഒന്നാമതായിട്ട് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത്. ഈ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കുക, അതിന് വിട്ടുവീഴ്ചയൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൽ കൂടി പോകാൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ പഞ്ചായത്ത് എന്താ ഗ്രാമസഭയ്ക്ക് പോകും. ഗ്രാമസഭയിൽ നിന്ന് പോയാൽ പിന്നെ നമ്മൾ നഗരസഭയ്ക്ക് പോകും. നഗരസഭയിൽ നിന്ന് പോയാൽ പിന്നെ നമ്മൾ നിയമസഭയ്ക്ക് പോകും. നിയമസഭയിൽ നിന്ന് അപ്പുറത്ത് പോയാൽ പിന്നെ നമ്മൾ ലോകസഭയ്ക്ക് പോകും. അവിടുന്ന് പോയാൽ പിന്നെ ഇനിയിപ്പോൾ ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ ഐക്യരാഷ്ട്രസഭയിലേക്കൊക്കെ പോകും. ഇതോടുകൂടി നിൽക്കും. അതേ സമയത്ത് നമുക്ക് ഗ്രാമസഭയിൽ പോയാൽ പോരാ, നിയമസഭയിൽ പോയാൽ പോരാ, നഗരസഭയിൽ പോയാൽ പോരാ, ലോകസഭയിൽ പോയാൽ പോരാ, ഐക്യരാഷ്ട്രസഭയിൽ പോയാൽ പോരാ, മാഷറ വൻസഭയിലല്ലേ പോകേണ്ടത്. അപ്പോൾ ഈ മാഷറ വൻസഭയിലേക്ക് എത്തലാണല്ലോ നമ്മളെ ഉദ്ദേശം പ്രധാനം. നമ്മൾ പലപ്പോഴും പലരും പ്രാർത്ഥിക്കലുണ്ട്, എന്താണ് നമ്മൾ നന്നായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. സുഖമായിട്ട് ജീവിക്കാൻ പ്രാർത്ഥിക്കണം, പക്ഷേ ആത്യന്തികമായിട്ട് സുഖമായിട്ട് മരിക്കാനാണല്ലോ പ്രാർത്ഥിക്കേണ്ടത്. സുഖമായിട്ട് ജീവിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്, നമുക്ക് സുഖമായിട്ട് ജീവിക്കണം, പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സുഖമായിട്ട് മരിക്കാനല്ലേ. അള്ളാഹു തആല പറഞ്ഞിരിക്കണം, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നല്ലേ. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുതെന്നല്ലേ. മുസ്ലിങ്ങളായി ജനിക്കാൻ ചിലപ്പോൾ വലിയ എഫർട്ടും നമ്മൾ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടാവില്ല, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ മുസ്ലിങ്ങളായിട്ട് മരിക്കുകയാണല്ലോ വേണ്ട. ഇതിനാണ് നമ്മളുടെ അടുത്തുള്ള എഫർട്ട്. അപ്പോൾ അതിനെന്ത് വേണം? മുസ്ലിങ്ങളായിട്ട് മരിക്കണമെങ്കിൽ മുസ്ലിങ്ങളായിട്ട് ജീവിക്കണം. മുസ്ലിങ്ങളായിട്ട് ജീവിച്ചാലാണല്ലോ കമാ തഹയ്യൗന തമൂത്തുന, എങ്ങനെയൊക്കെ നിങ്ങൾ ജീവിക്കണ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ മരണത്തിലേക്ക് എത്തുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളായിട്ട് മരിക്കാൻ എന്ത് ചെയ്യണം? അത് ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കണം. ആ ഇസ്ലാം മതത്തിൻ്റെ കൃത്യമായ രൂപം അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ രൂപം, അതാണ് പരമ്പരാഗതമായിട്ട് ഈ ഇസ്ലാം കേരളത്തിലേക്ക് വന്ന് ഇന്ന് വരെയൊക്കെ നമ്മൾ അനുഷ്ഠിച്ചു പോരുന്നത്. അതായത് ഇതിനുള്ള വ്യതിയാനങ്ങളൊക്കെ മുസ്ലിംസിൽ നന്നായിട്ട് കണിശമായിട്ട് ഖണ്ഡിക്കുമായിരുന്നു. അതിന് വേണ്ട തരത്തിൽ തന്നെ ഖണ്ഡിക്കുമായിരുന്നു.